പ്രാർത്ഥിക്കാം. കർത്താവെ, താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവെ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്ധിയിൽ വരുവാനും കർത്താവ് അങ്ങയുടെ വചനം ശ്രദ്ധിക്കുവാനും തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം. താങ്ക് യു ലോർഡ്. ഞങ്ങളോട് അങ്ങ് സംസാരിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. ഈശ്വരത്താവിന്റെ നാമത്തിൽ ആമേൻ. നമ്മൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർക്കംസ്റ്റൻസസിൽ കൂടെ കടന്നു പോകും. ചിലപ്പോൾ ഒരു അസുഖമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസ് എൻ്റെ ശാരീരിക അസ്വസ്ഥതയിൽ കൂടി കടന്നുപോയി. വലിയ കാര്യങ്ങളൊന്നും അല്ല, ഒരു പനിയാ, ഒരു ഫ്ലൂ ആ. എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ ഫ്ലൂ. അതിന്റെ ആ മൂർധന്യത്തിൽ ഇരിക്കുമ്പോഴേ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കല്ലേ. നമുക്ക് എല്ലാവർക്കും അതറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ചിന്തിക്കുമായിരുന്നു, ദൈവം എങ്ങനെയാ, എന്താ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. ലുക്കിംഗ് ബാക്ക് എന്റെ മനസ്സിൽ വന്ന ഒറ്റ ലൈൻ ഇതായിരുന്നു: ഗോഡ് വാസ് മൈ ഹെൽപ്പർ. ദൈവം എന്റെ സഹായകനായിരുന്നു. ഈ ലൈനാണ് എനിക്ക് പിന്നെയും എന്റെ മനസ്സിൽ വന്നത്. ലോർഡ് വാസ് മൈ ഹെൽപ്പർ. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവ് ഈ വാക്യം എവിടെയാ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ആദ്യമായിട്ട് അതിനു മുമ്പ് ദൈവം എന്റെ സഹായകനായിരുന്നു എന്നുള്ളത് ഞാൻ എങ്ങനെയാണെന്നും കൂടെ പറയാം. ഞാൻ ഈ സിക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ദിവസം അവധി എടുത്തുള്ളൂ, വേറെ ദിവസം വർക്ക് ചെയ്യുമായിരുന്നു, വേറെ ദിവസങ്ങളിൽ വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ, ഇവിടെ ഒത്തിരി 1-2 എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കർത്താവ് എങ്ങനെയാ സഹായിക്കുന്നതെന്ന്. ഒരു സിംഗിൾ സ്മോളസ്റ്റ് മൈന്യൂട്ടസ്റ്റ് കാര്യങ്ങളിൽ OP-യിൽ ഒത്തിരി പേഷ്യൻസിനെ നോക്കാനുണ്ട്. അതിനിടയ്ക്ക് ലേബർ റൂമിൽ ഡെലിവറി നടക്കും. അപ്പൊ 2 പേഷ്യന്റ് ഉണ്ട് അവിടെ ഡെലിവറിക്ക്. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഡെലിവറി ആകുമ്പോൾ സമയമാകുമ്പോൾ അങ്ങോട്ട് ചെല്ലണം. അപ്പം അവിടെ അത്രയും ദൂരം പോകാനായിട്ട് എനിക്ക് വയ്യ. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ് 2 പേരും കൂടെ ഒരേ സമയത്ത് ഡെലിവറി ആയിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം പോയാൽ മതിയായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് മിണ്ടാതിരുന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു, ഒരാൾ ഡെലിവറി ആകുന്ന സമയമായി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പൊ അത് ഡെലിവറി ആയി. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് തിരിച്ചു വന്നിട്ട് പിന്നെയും പോകുന്ന കാര്യം, ഞാനപ്പോ വെറുതെ ഇപ്പുറത്ത് കിടക്കുന്ന പേഷ്യന്റിനെ നോക്കിയപ്പോ അതും ഡെലിവറി ആവാറായി. ഞാൻ ഓർത്ത് ചെറിയ കഥ ഡെലിവറി ആയി. അപ്പൊ ഒരു വരവിന് എനിക്ക് ആ 2 ദൈവം എനിക്ക് എപ്പോഴും ഓർക്കുന്നത്, ഏറ്റവും നമുക്ക് വയ്യാത്ത അവസ്ഥയിൽ പോലും ദൈവം ഏറ്റവും എങ്ങനെയാ നമ്മളെ കരുതുന്നതെന്ന് ഞാൻ പിന്നെയും മനസ്സിലാക്കാനായിട്ട് ദൈവം എനിക്ക് ഒരു അവസരം കൂടെ തന്നു. അതൊരു ചെറിയ ഇൻസ്റ്റൻസ് പറഞ്ഞാല്, ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ഏറ്റവും സിക്കായിട്ടുണ്ടായിരുന്ന ദിവസങ്ങള്. ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ സാധാരണ പോലെ കുക്ക് ചെയ്യാനായിട്ട് അടുക്കളയിൽ പോയപ്പം എന്റെ മനസ്സിൽ അടുത്ത 3-4 ദിവസത്തേക്ക് അങ്ങ് കുക്ക് ചെയ്ത് വെക്കാൻ തോന്നി. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ആളല്ല, അതത് ദിവസത്തിന് കുക്ക് ചെയ്യുന്ന ആളാ. അന്ന് വൈകിട്ട് ഒരു 3-4 ദിവസത്തേക്കുള്ള വെജിറ്റബിൾസും നോൺ വെജും കുക്ക് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. പെട്ടെന്ന് ചെറിയ ചെറിയ ഡിഷസ് ചെയ്ത് തീർത്തു. ഞാൻ ആക്ച്വലി അന്നേരം അത് കുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയേനെ. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, അവിടെയും ദൈവം സഹായിച്ചു. എനിക്ക് അറിയില്ല ഞാൻ സിക്കാവുമെന്ന്, ഇത്രയും ബാഡ് ആവുമെന്ന്. പക്ഷെ കർത്താവിന് അതറിയായിരുന്നു. ഞാൻ ഓർക്കും, ഇതാ ദൈവം എന്റെ സഹായകൻ. നമുക്കതൊന്ന് വായിക്കാം. അത് 54-ാം സങ്കീർത്തനത്തിൽ അത് എഴുതിയിരിക്കുന്നത്. ആദ്യം ഒരു ഭാഗം 54-ാം സങ്കീർത്തനം, അതിന്റെ 4-ാം വാക്യം. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു. ബിഹോൾഡ്, ദാവീദ് പറയുക, ബിഹോൾഡ് ഗോഡ് ഇസ് മൈ ഹെൽപ്പർ. ഇവിടെ ഞാൻ 3 ഭാഗം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ രാത്രിയിൽ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഇവിടെ ദാവീദ് പറയുന്നത് ഗോഡ് ഇസ് മൈ ഹെൽപ്പർ. അത് കൂടാതെ ഹീബ്രൂസ് 13:6 പറയുന്നത് ദ ലോർഡ് ഇസ് മൈ ഹെൽപ്പർ. പിന്നെ ഗോസ്പൽ ഓഫ് ജോണില് 14, 15, 16 ചാപ്റ്റേഴ്സിൽ ഹെൽപ്പറായിട്ട് തരാൻ പോകുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി പറയുക. ഞാനിത് വായിച്ചപ്പോ എന്റെ ഹൃദയത്തിൽ വളരെ കുളിർമ കൊണ്ടു. ദൈവം എങ്ങനെയാ ദൈവത്തിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഒരിക്കലും നമുക്ക് ആ ഭാഗങ്ങളെല്ലാം വായിക്കാം. ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്ത ദൈവം നമ്മുടെ പ്രയാസ സാഹചര്യങ്ങളില്. ഈ 54-ാം സങ്കീർത്തനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് 1 ശമൂവേൽ 23-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. അത് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ 1 ശമൂവേൽ 23-ന്റെ 14 തൊട്ട് 16 വരെ വായിക്കാം. ഇത് ശൗലിനെ പേടിച്ച് ദാവീദ് ഓടിപ്പോകുന്ന സമയമാണ്. ശൗലിനെ പേടിച്ച് ദാവീദ് ഓടിപ്പോയ സമയത്ത് 14, ഞാൻ ഫുൾ ബാക്ക്ഗ്രൗണ്ട് വായിക്കാൻ സമയമില്ലല്ലോ നമുക്ക്, 14 തൊട്ട് വായിക്കാം. ദാവീദ് 1 ശമൂവേൽ 23, 14-ാം വാക്യം. ദാവീദ്
മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ച സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും അടുത്ത ലൈന, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. എത്ര വലിയ കംഫർട്ടിങ്. നമ്മൾ എത്ര വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം നമ്മളെ വിട്ട് കളയുകയില്ല. എന്തൊരു ബ്യൂട്ടിഫുൾ വാക്യമാണ്. ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. എത്ര വലിയ രാജാവായാലും എത്ര വലിയ സൈന്യത്തെ കൊണ്ടാ വന്നെങ്കിലും ദൈവം അനുവദിക്കാതെ നമ്മളെ ഒന്നിനും ഒരു അസുഖത്തിലോട്ടോ ഒരാവശ്യത്തിലോട്ടോ നമ്മളെ സാത്താൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവം അവനെ ഏൽപ്പിച്ചില്ല. 15 വായിക്കാം. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ട് അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. 16 അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ഞാൻ ഓർക്കുകയാണ്, അന്ന് ടെലിഫോണോ വാട്സാപ്പോ ഒന്നുമില്ല. ശൗല് തിരഞ്ഞുകൊണ്ടിരിക്കുവോ, പക്ഷെ യോനാഥാന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. എന്നിട്ട് ദൈവത്തിൽ അവനെ ധൈര്യപ്പെടുത്തി അവനോട് ഭയപ്പെടേണ്ട. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ ആ മെയിൻ കാര്യം ഞാൻ പറയാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. യോനാഥാൻ അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ദൈവം പലപ്പോഴും ഞാൻ വളരെ ലളിതമായിട്ട് കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു, ലീവ് എടുത്ത്. ഇന്നലെ എനിക്ക് പോകാതെ നിവൃത്തിയില്ലായിരുന്നു. രാവിലെ ഞാൻ വിചാരിച്ചു, കർത്താവ് എങ്ങനെ ഞാൻ ഇറങ്ങും എന്ന് വിചാരിച്ചപ്പം ഒരു വചനമുണ്ട്. ഒരു വചനം ഞാൻ കിടക്കുന്ന റൂമിലെ ടേബിളിൽ ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ യോനാഥാൻ ധൈര്യപ്പെടുത്തിയ പോലത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് നമ്മുടെ ചേർച്ചിലുള്ള അരുൺ സ്റ്റെഫിയുടെ ഒരു വീഡിയോ വന്നു. ഒത്തിരി നാളായിട്ട് വീഡിയോസ് ഒന്നും അയക്കാറില്ല. കുഞ്ഞിന്റെ ഒരു വീഡിയോ. ആ കുഞ്ഞിങ്ങനെ ഒരു വാക്യം പറയുന്നത് കേൾപ്പിക്കാനായിട്ട് സ്റ്റെഫി എനിക്ക് അയച്ചതാ. ആ കുഞ്ഞ് പറയുവാ, അവൻ ചിരിച്ചുകൊണ്ട് ഒരു വാക്യം കാണാതെ പറയും. ഏത് വാക്യാന്നറിയാമോ? ഫിലിപ്പിയർ 4:13. ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ഇന്നത്തെ ജോലി ചെയ്യാൻ എനിക്ക് ശക്തി ഇല്ലല്ലോ, എങ്ങനെ ഞാൻ ചെയ്യും? ആ സമയത്ത് ആ വാക്യം ഫിലിപ്പിയർ 4:13 ആ കുഞ്ഞിങ്ങനെ മനോഹരമായിട്ട് അവന്റെ ബേബി വോയിസ് പറയുക, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഫിലിപ്പിയൻസ് 4:13. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് എന്നെ ദൈവത്തിൽ ധൈര്യപ്പെടുത്താനായിട്ട് ദൈവം ആ സമയം ഉപയോഗിച്ചു. എനിക്ക് പറയാൻ പറ്റില്ല എത്രമാത്രം എന്നെ ധൈര്യപ്പെടുത്തിയെന്ന് ആ വാക്യം. ആ ചെറിയ കുഞ്ഞിന്റെ വായിന്ന് ദൈവം അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനിത് വായിക്കുമ്പോൾ ഞാൻ ഓർത്തു, എത്ര കറക്റ്റാണ്. ദൈവം ശൗൽ ദാവീദിനെ തപ്പി നടക്കുക, പക്ഷെ യോനാഥാൻ വന്ന് അവനെ ധൈര്യപ്പെടുത്തി. ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റാത്തത്? താഴോട്ട് വായിക്കുമ്പോൾ 19 വാക്യം. അനന്തരം സീഫിയർ ഗിബയിലെ ശൗലിന്റെ അടുക്കൽ വന്നു. ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് 54 സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുന്നത്. സീഫിയർ എന്ന് പറഞ്ഞാൽ യൂദായുടെ തന്നെ പാരമ്പര്യമുള്ള ആൾക്കാര്, ഇസ്രായേലിയരാ. അവര് വന്ന് ദാവീദിനെ ഒറ്റിക്കൊടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. നമ്മൾ ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ഹെൽപ്പ് കിട്ടുന്നതിന് പകരം ചിലപ്പോൾ ഓപ്പോസിറ്റ് കാര്യം നമുക്ക് വരാം. അവിടെ നോക്കി ദാവീദിന് വന്ന അതേ സംഭവം. അനന്തരം സീഫിയർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്ന്, ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹഖീല മലയില് വന്ന് വനമ ദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകിയാൽ രാജാവെ, തിരുമനസിലെ ആഗ്രഹം പോലെ വന്നു കൊള്ളണം. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. സീഫിയർ പറയുക, അവർക്ക് ഈ ദൈവത്തെ ഒന്നും അറിയത്തില്ല. നമുക്ക് ദൈവം എന്താ ചെയ്തെന്ന് വായിക്കാം. ആ ചാപ്റ്ററിന്റെ അവസാനം വായിക്കുമ്പോൾ 27 തൊട്ട്. അപ്പോൾ ശൗല് പോവാ. സീഫിയർ പറഞ്ഞ് ഇതെല്ലാം കേട്ടിട്ട് എന്താ സംഭവിക്കുന്നത്? 27 വാക്യം. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു, ക്ഷണം വരയണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകിയാൽ ആ സ്ഥലത്തിന് സേല ഹമ്മ ഹ്ലെക്കോത്ത് എന്ന് പേരായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ദൈവം എന്താ പ്രവർത്തിക്കാൻ പറ്റാത്ത നമ്മുടെ സാഹചര്യങ്ങളുടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് സാഹചര്യം വന്നാലും നമ്മൾ വിഷമിക്കരുത്. ദൈവത്തിന്റെ വചനമാണ്. ഇവിടെ ഇത് സേല ഹമ്മ ഹ്ലെക്കോത്ത് എന്നൊക്കെ വലിയൊരു പേര് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് റോക്ക് ഓഫ് എസ്കേപ്പ് എന്ന്. ആ സ്ഥലത്തിനുള്ള പേരിന്റെ അർത്ഥം റോക്ക് ഓഫ് എസ്കേപ്പ്. ആക്ച്വലി ദൈവം ഒരു റോക്ക് ഓഫ് എസ്കേപ്പ് ആയിരുന്നില്ലേ ദാവീദിന്? തിരിച്ച് നമുക്ക് 54 സങ്കീർത്തനത്തിലോട്ട് വരാം. അതിന്റെ മുഖവുര ഒന്ന് വായിക്കാം.
സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിന്റെ ഒരു ധ്യാനം. സീഫിയർ ചെന്ന ശൗലിനോട് ദാവീദ് ഞങ്ങളുടെ അടുക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചത്. അത് പറഞ്ഞപ്പോ ചമച്ചത് ഈ വിടുതൽ കണ്ടിട്ടൊന്നുമല്ല. ദാവീദ് സങ്കടം പറയുന്നുണ്ട് ആദ്യമൊക്കെ, പക്ഷെ 4-ാം വാക്യത്തില് ബിഹോൾഡ് ഗോഡ് ഇസ് മൈ ഹെൽപ്പർ, ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു. ദൈവം വിടുവിച്ചില്ലേ? നമ്മൾ 1 ശമൂവേൽ 23 പല ഭാഗത്ത് വായിച്ചില്ലേ? ദൈവം അവനെ ഏൽപ്പിച്ചില്ല എന്ന് വായിച്ചില്ലേ? എത്ര പ്രാവശ്യം ശൗൽ നോക്കിയിട്ടും. 2ാമത് വായിച്ചില്ലേ? യോനാഥാനെ അയച്ച് അവനെ ധൈര്യപ്പെടുത്തിയതായിട്ട് വായിച്ചില്ലേ? അത് കഴിഞ്ഞ് വേറൊരു യുദ്ധത്തിന് ആൾക്കാർ വന്നെന്ന് പറഞ്ഞ് ശൗലിനെ അവിടുന്ന് ക്ഷണം വരണമെന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ട് പോയത് വായിച്ചില്ലേ? ബിഹോൾഡ് ഗോഡ് ഇസ് മൈ ഹെൽപ്പർ. നമ്മുടെ ജീവിതത്തിലെ എന്ത് സാഹചര്യത്തിന് മേൽ ദൈവത്തിന് കൺട്രോൾ ഇല്ലാത്ത പ്രിയപ്പെട്ടവരെ, ആകെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് നമ്മുടെ ഫെയ്ത്ത്. ആ ഫെയ്ത്ത് നമുക്കുണ്ടെങ്കിൽ ആ റോക്ക് ഓഫ് എസ്കേപ്പ് നമ്മുടെ ഹെൽപ്പിന് വരും പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇനിയും ഇത് ഗോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. ഹീബ്രൂസ് എബ്രായർ വായിക്കാം. എബ്രായർ 13-ന്റെ 5-6 ഈ വാക്യം ദ ലോർഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിൽ കർത്താവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് പ്രത്യേകം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം കർത്താവെന്നും ലോർഡ് എന്നും പറയുന്നത് യേശു കർത്താവിനെ പറ്റിയാണ്. മറ്റേത് ട്രൈയൂൺ ഗോഡിനെ മേ ബി ഫാദർ ഗോഡ്, അറിയില്ല എങ്ങനെയാന്ന്. 13:5-6 നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കർത്താവ് എനിക്ക് തുണ. അതും ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനിൽ ദ ലോർഡ് ഇസ് മൈ ഹെൽപ്പർ എന്ന. ദ ലോർഡ് ഇസ് മൈ ഹെൽപ്പർ. ഇത് ആക്ച്വലി ആവർത്തനം, ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ആവർത്തനം 31-ന്റെ 6-ഉം സങ്കീർത്തനം 118-ന്റെ 6-ൽ നിന്നുള്ള കോട്ടാണ് ഈ 2 വാക്യങ്ങളും കൂടെ ചേർന്നിട്ട് ദ ലോർഡ് ഇസ് മൈ ഹെൽപ്പർ. എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഐ വിൽ നെവർ ലീവ് യു, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയിലോ ഉപേക്ഷിക്കുകയില്ല. ഇത് ഞാൻ വായിച്ചപ്പോഴും സ്പേർജൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇതിന്റെ ഗ്രീക്കില് ഈ ഒരു നാളും കൈവിടുകയില്ല എന്നുള്ളതിന് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവില്. അതായത് ഐ വിൽ നോട്ട് ലീവ് ദി, ഐ വിൽ നെവർ forsake thee. അത് 5 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് നോ എന്നുള്ളത്. അതായത് അപ്പൊ നമുക്ക് കർത്താവിന് അറിയാം നമുക്ക് പിന്നെയും പ്രയാസം വരുമ്പോൾ നമ്മൾ വിഷമിക്കുമെന്ന്. അതുകൊണ്ട് കർത്താവ് പറയുക ഐ വിൽ നോട്ട് ലീവ് ദി, ഐ വിൽ നെവർ forsake thee. എന്തൊരു പ്രോമിസാ ദൈവത്തിന്റെ. പാരാക്ലീറ്റോസ് എന്നാണ് ഹെൽപ്പർ എന്നുള്ളതിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റി യോഹന്നാൻ 15-ലും 16-ലും വായിക്കുന്നത്. നമുക്ക് അതും കൂടെ വായിക്കാം. യോഹന്നാൻ 14 അതിന്റെ 16-ൽ ആദ്യം കർത്താവ് പറയുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നേക്കും തരും. I'll give you a helper who will be with you forever. Just imagine, ഈ ലോകത്തിലും ഉണ്ട്, പിന്നെ കർത്താവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ഉണ്ട്. He will be with us forever. പാരാക്ലീറ്റോസ് എന്നുള്ള ഒറിജിനൽ വാക്കിന്റെ അർത്ഥം ഹെൽപ്പർ, കംഫർട്ടർ, അഡ്വക്കേറ്റ്. ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ജോലിയല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഹെൽപ്പറിന്റെ ജോലി 14-ലും 15-ലും 16-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് അതിലോട്ട് ഞാൻ പോകുന്നില്ല, ആ വേർഡ് മാത്രം ഉപയോഗിക്കാം. ഹെൽപ്പറാ നമ്മുടെ, കംഫർട്ടറാ നമ്മുടെ, ആശ്വാസദായകന, അഡ്വക്കേറ്റാ. നമ്മൾ ചിലപ്പം തെറ്റിപ്പോവും. ആ സമയത്ത് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റും. അശുദ്ധാത്മാവ് അതിനെ വേണ്ടിയ രീതിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ എത്തിക്കുന്ന നമ്മുടെ പ്രാർത്ഥന എത്തിക്കും. കാരണം ഹൃദയം നമ്മുടെ അറിയാമല്ലോ കർത്താവിന്. ഹൃദയം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തമാണെന്ന് കർത്താവിന് അറിയാമല്ലോ. പക്ഷെ നമ്മൾ ചോദിക്കുന്നതൊക്കെ ചിലപ്പം ജടികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ദൈവം അത്, പരിശുദ്ധാത്മാവും ദൈവം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അഡ്വക്കേറ്റ് ആയിട്ട്, അവൾ അങ്ങനെ ചോദിച്ചു, ആ സാരയില്ല, നമുക്ക് അവളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഇത് ചെയ്തു കൊടുക്കാം എന്ന് ട്രൈയൂൺ ഗോഡ്, ത്രിയേക ദൈവം ഒരുമിച്ച് തീരുമാനിച്ച് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ മാത്രം തരുന്ന ദൈവം. ഞാന് സിക്കായിട്ട് കിടന്ന ദിവസം പിന്നെ ഞാനൊരു വാക്യം കാണിക്കാം. അതിവിടെ കാണിക്കാം. അത് എഴുതിയിരിക്കുന്നത് ഇത്രയും ക്ലിയർ ആയിട്ട് കാണത്തില്ല. I have covered thee in the shadow of mine hands. ആ വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ വചനത്തിന്റെ യെശയ്യാവ് 51-ന്റെ 16-ന്റെ ലാസ്റ്റ് ലൈനാണ് ഞാൻ വായിക്കുന്നത്.
ഒന്ന് വായിക്കാം. യെശയ്യാവ് 51:16 ലാസ്റ്റ് ലൈൻ. ഇന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി, എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ഇംഗ്ലീഷില് ഐ ഹാവ് കവേർഡ് ദി ഇൻ ദ ഷാഡോ. അത് ഞാൻ ഓർക്കും, ദൈവത്തിന്റെ വചനം ഒരു ഒരു ഒടിഞ്ഞു മടങ്ങിയ ഒരു ഇത് ഒരു പേപ്പർ, അതിനകത്ത് ഈ ടേബിളില് ആരോ ഇത് ടേബിൾ, ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന ഒരു റൂമല്ല. എനിക്ക് സിക്ക് ആയതുകൊണ്ട് ഞാൻ വേറെ ആർക്കും അസുഖം കൊടുക്കാതിരിക്കാൻ വേണ്ടി മാറി ഒരു മുറിയിലോട്ട് കിടന്നതാ. അത് എഴുന്നേപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ചിരുന്നു ആ ടേബിളിന്റെ അറ്റത്ത്. എന്തിനാ? കർത്താവ് നേരത്തെ വെച്ചതാ. കർത്താവിന്റെ വചനം എന്നെ കാണിക്കാൻ വേണ്ടി. കർത്താവിന് അറിയാൻ ഞാൻ ഇച്ചിരി ധൈര്യം പോകുമെന്ന് എനിക്ക് വളരെ സിക്കായി കഴിയും. കർത്താവ് പറഞ്ഞു, ഐ ഹാവ് കവേർഡ് ദി ഇൻ ദ ഷാഡോ ഓഫ് മൈ ഹാൻഡ്സ്. നീ പേടിക്കണ്ട, എനിക്ക് നിന്നെ ഇതിനകത്തുനിന്ന് വിടുവിക്കാൻ കഴിയും. ഇത്രയും സിക്കാണെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു പനിയാണ്, പക്ഷെ നമുക്കറിയാം ഒരു പനി തന്നെ നമ്മളെ വളരെ തളർത്തുന്ന പനികളാണല്ലോ ഈ ദിവസങ്ങളിലുള്ളത്. ഇത്രയും വലിയ ദൈവം, ഈ ദൈവം, ഗോഡ് ഇസ് അവർ ഹെൽപ്പർ. ദ ലോർഡ് ഇസ് മൈ ഹെൽപ്പർ. He has sent us the helper, and the helper is in our heart. ഇനി നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? He is our rock of escape. ദൈവം നമ്മുടെ സഹായം. ദാവീദിനോട് ചേർന്ന് പ്രശ്നം വരുമ്പം സൊല്യൂഷൻ കാണുന്നതിന് മുമ്പേ ദ ലോർഡ് ഇസ് മൈ ഹെൽപ്പർ നമുക്ക് ഏറ്റു പറയാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. കർത്താവേ, രാവിലെ സമയത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാവിലെ സമയം നല്ല വചനം കേൾക്കുക ഞങ്ങളെ ജീവിപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ക്ഷീണിച്ച് തളരുമ്പോൾ കർത്താവിന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം കർത്താവേ. ആവശ്യമായ നല്ല വചനം കേട്ട സ്തോത്രം. വിനിമയത്തെ സഹായിച്ചിരുന്നു വചനം പറയാനുള്ള ആരോഗ്യം കൊടുത്തല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് പ്രാർത്ഥന കേട്ടത് കർത്താവേ. കേൾപ്പിച്ച് നല്ല വചനം സ്തോത്രം. ഈ ആഴ്ച ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഒന്ന് സഹായിക്കണം കർത്താവേ. തേലിന്റെയും കെട്ടിലും അതിനുള്ള വചനം കർത്താവെ, ഞങ്ങളെ ജീവിപ്പിക്കുന്ന വചനം ആയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് വന്നുകൂടി എല്ലാവരും സ്തോത്രം. എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ഇനി കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുറവുകളെയൊക്കെ ക്ഷമിക്കണം. അത് ദിവസത്തെ അനുഗ്രഹിക്കണം. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ സഹായിച്ചത്, കഴിഞ്ഞ ഈ മാസത്തിന്റെ അവസാനം വരെ ഞങ്ങളെ സൂക്ഷിച്ചത് കർത്താവെ. എല്ലാത്തിനും നന്ദി കർത്താവെ. ഇപ്പൊ ഞങ്ങൾ പിരിയാത്ത സ്ഥാനത്തുകൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എടുക്കുക സ്തോത്രം. എല്ലാവരും കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.